മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ 17ാമത്തെ പേരമകനാണ് മഹാനായ ഏർവാടി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. മഹാനവർകളുടെ പേരിൽ 70 ഫാത്തിഹ നേർച്ചയാക്കി പാരായണം ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആബിദായ ആരിഫായ നബി കുടുംബമെന്ന പ്രത്യേകത കൂടിയുള്ള മഹാന്റെ പേരിൽ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ഹളറത്തിലേക്ക് നമ്മൾ 70 ഫാത്തിഹ നേർച്ചയാക്കി നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമമാണെങ്കിലും, ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും. ഇന്നും നിരവധി ആളുകൾ ആ മസാറിലെത്തുന്നത്, അവിടുത്തെ സന്നിധിയിലെത്തുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഫലം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. നിരവധി ആളുകൾക്ക് മഹാന്റെ ഹദറത്തിൽ നിന്ന് അവിടുത്തെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടിയിട്ടുണ്ട്. മാരകമായ സിഹറുകൾ ബാത്തുലായി, വലിയ രൂപത്തിലുള്ള ശൈത്വാനീയത്തിന്റെ പ്രയാസങ്ങൾ മഹാന്റെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇന്നും ആ മഖാമിൽ ചൊല്ലുന്ന ആളുകൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിരവധി ശൈത്വാനീയത്തായ സിഹർ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മഖാമാണ്. അതുപോലെ തന്നെ നിരവധി കറാമത്തുകൾ ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുന്നവർക്ക് ഇന്നും അഭയസ്ഥാനമായ മഖാമാണ് ഏർവാടി ദർഗ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. അതിനുള്ള സബബാക്കി ഈ 70 ഫാത്തിഹയെ അല്ലാഹു മാറ്റിത്തരട്ടെ. ഫാത്തിഹയ്ക്ക് 70 ഷിഫ ഉണ്ടെന്നല്ലേ? ആ 70 ഷിഫായിനെ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. മഹാന്റെ പേരിൽ എന്താണോ നമ്മുടെ വിഷമം, ആ വിഷമം കൽബിൽ വെച്ചുകൊണ്ട്, നമ്മുടെ കൽബറിഞ്ഞുകൊണ്ട്, മനസ്സാന്നിധ്യത്തോടെ നമ്മൾ പാരായണം ചെയ്യുക. ആ വിഷമം മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.